പാറു, അവർ നൈസ് പിള്ളേരാട്ടാ. ഒരു കണക്കിന് നീ അവിടെയും കേറി പറ്റിയല്ലേ? പിന്നെ നമ്മുടെ ആ തടിയനില്ലേ, അവൻ്റെ പഞ്ചപാവ. അവനോട് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത് അന്ന് നിന്റെ ആ വാല്യുബിൾ ഇൻഫർമേഷൻസ് ഇല്ലേ, അതവനെ വല്ലാണ്ട് മാറ്റി. ഇപ്പോ അവന് ഫിസിക്കലി ഫിറ്റ് ആകണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇത്രയും കേട്ടപ്പോ അവൻ മെലിയുന്നെങ്കിൽ വലിയട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു നീ ഒരു ഫിസിക്കൽ ട്രെയിനറാണ്. അവന് നിന്റെ അഡ്വൈസ് വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ സംഭവം ഇല്ലേ, അതിനുശേഷം അവന് നിന്നോട് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ട്. സോറി പറയണമെന്നൊക്കെ പറയുന്നത്. അയ്യേ, അതൊക്കെ അന്നേ പറഞ്ഞില്ലേ? അതെനിക്കറിയാം, പക്ഷെ അവനറിയില്ലല്ലോ. എന്തായാലും നീ അവനോട് ഇന്നൊന്ന് സംസാരിക്കും. അപ്പോ നിനക്കൊരു ക്ലയന്റിനെയും കിട്ടും, അവന്റെ വണ്ണവും കുറയും. എന്താ? കറക്റ്റാ. ശരിയാ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ? അല്ലേ വേണ്ട, അവനവന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് മാപ്പ് പറയാൻ ചെറിയൊരു മടി ഉണ്ടാവും. ഞാൻ നിന്നെ വിളിക്കാം, അപ്പൊ വന്നാ മതി. ഓക്കെ? നീ എനിക്ക് മരിക്കണം. മനു ആണല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോ നീ ചാവാൻ തീരുമാനിച്ചോ? നീ പറ, എങ്ങനെ മരിക്കണമെന്ന്. എനിക്ക് മടുത്തു. വേഗം കെട്ടിയടാ, പെട്ടെന്ന് മരിച്ചോളൂ. അത് നോവൂലേ? അത് മാത്രല്ല, ചോറാണെങ്കിൽ എനിക്ക് അപ്പത്തലറങ്ങും. അപ്പൊ സാറ ഫോണിൽ പറഞ്ഞ നീ ഒന്നും കേട്ടില്ലേ? കേട്ടു, പക്ഷെ അവളുടെ മുഖാലേക്കുമ്പോ മരിക്കാനാ ഒന്നേ. പിന്നെ അത് ഓർക്കാതിരുന്നാ പോരെ? എത്ര കാലത്തെ പ്രണയാന്ന് നിനക്ക് അറിയോ? എത്ര കാലത്ത്? 4 മാസവും 25 ദിവസവും. 5 മാസം തികയാൻ 5 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അവള് പോയത്. എന്തായിരുന്നു കാരണം? ഫേസ്ബുക്കിൽ ഐശ്വര്യയുടെ പ്രൊഫൈൽ പിക്ചർ ലൈക്ക് ചെയ്യാന്. ഐശ്വര്യ ഐഡിയോ? അതെന്താ, അവള് സൗന്ദര്യ വിരോധിയായിരുന്നോ? ഐശ്വര്യ റോയ് അല്ല, ഐശ്വര്യ ലക്ഷ്മൺ. ഐശ്വര്യ ലക്ഷ്മണ? അതേത് കുറിച്ച്? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഐശ്വര്യ പ്രൊഫൈൽ പിക്ചർ മാറ്റിയ അന്ന് തന്നെയാ ഇവള് മാറ്റിയത്. എന്റെ കഷ്ടകാലത്തിന് ഞാനത് കണ്ടില്ല. ഇത്ര നിസ്സാര കാര്യത്തിന് അവള് പോയെങ്കിൽ അവള് പോട്ടെന്ന് വെക്കണം മനു. അല്ല, ഇതും പറഞ്ഞിട്ടാണ് നീ മരിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്കറിയോ, അവൾക്ക് ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് സാധനം കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് തുടങ്ങായിരുന്നു. ഒരുത്തൻ പെണ്ണിന് വേണ്ടി മരിക്കാൻ നടക്കുന്നു, മറ്റൊരുത്തൻ പെണ്ണിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. എനിക്ക് കുറച്ച് പണിയുണ്ട്, സംസാരിക്കും. ഓക്കെ സാർ? ഓർഡർ സാർ. ഓർഡർ അല്ല, റിക്വസ്റ്റാ. കുറച്ച് സൈനൈഡ് കിട്ടുമോ? ഓർഡർ ഞാൻ എടുത്തോളാം. ഹലോ, ആനന്ദാണ്. ഒരു മിനിറ്റ്. പറയൂ. മനുബാ, ഒരു കോഫി കുടിക്കേ, കുറച്ച് റിലാക്സ്ഡ് ആവുന്നേ. എനിക്ക് റിലാക്സ്ഡ് ആവാൻ കഴിയില്ല. ഞങ്ങളുടെ പിങ്കിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞാൻ തളർന്നു പോകുന്നത്. പിങ്കിയോ? അതാരാ? മോള് ഞങ്ങളുടെ മോക്കിടാൻ വെച്ചിരുന്ന പേരാ. ടേബിൾ നമ്പർ 12. ബി കെയർഫുൾ. എന്റെ സമയം തെളിഞ്ഞു മക്കളെ. ആരാടാ വിളിച്ചേ? മിസ്റ്റർ റോക്കി ഏലിയാസ് എജെ. ഓ, റോയ്ച്ചൻ അറിഞ്ഞൂടെ? അബ്ദുൾ ജബ്ബാർ, എജെ മോഡൽ മാനേജ്മെന്റ് ടീമിന്റെ വലിയ ആള്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറാ. ഇൻഡസ്ട്രിയിൽ ഒരു മഹത് സംഭവ മനുഷ്യൻ. എത്ര കലാകാരന്മാരെ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടില്ലെന്ന് അറിയോ? ആണോ? അതൊന്നും അറിയില്ല, പേര് ധാരാളം കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ കാർത്തിക് ബഷീറിനെ സിനിമയിൽ കൊണ്ടുവന്ന അയാളാ. കൊള്ളാലോടാ ആനന്ദ്, നിന്റെ സമയം തെളിഞ്ഞല്ലോ. എടാ, നോക്കിയും കണ്ടൊക്കെയാണ് ഇതിൽ നിൽക്കാൻ. ഒരിക്കലും കൈപൊള്ളിയതാ. ഇവന്മാരൊക്കെ എത്രക്കാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അതൊക്കെ അറിയാം റോയ്ച്ച. പട്ടിണി കിടന്നും കോടമ്പക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ചൊക്കെ ഇപ്പത്തെ സ്റ്റാർസ് വലിയ സ്റ്റാർസ് ആയത്. കുറച്ചൊക്കെ റിസ്ക് എടുക്കാതെ ഒന്നും നേടാൻ കഴിയില്ല റോയ്ച്ച. എന്റെ ഫ്രണ്ട് ലക്ഷ്മി നാളെ ചെന്നൈന്ന് വരുന്നുണ്ട്. വേണമെങ്കിൽ കോടമ്പാക്കത്തെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരാൻ പറയാം. ഇനി അത്ത കുടിച്ചില്ല എന്ന് പറയാൻ നീ രക്ഷപ്പെടാതിരിക്കണ്ട. ഇത്ര മതിയോ ചിരിച്ചേ? കുറച്ച് തിരക്കുണ്ട്, പോട്ടെ. അപ്പോ യോഗ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാരാ പുതിയൊരാള്? ഇത് മനു, ടോണിയുടെ ഫ്രണ്ടാ. ഓ മനു, അറിയാ. നിന്റെ ആ തടിയൻ ക്ലയന്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ലുന്നേ ചെല്ലും. ഓഹോ, അപ്പോ മനു ഞാൻ ഇപ്പൊ വരാം. ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് ചെറുത്. ഞാൻ വന്നു കഴിഞ്ഞിട്ട് നിനക്ക് എക്സസൈസ് ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ? ടോണി, ഞാൻ ഇറങ്ങുവാ. എനിക്ക് ആ സഭാഷണം ഒന്ന് കാണണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി, ഓക്കെ. മനു, കാണാം. എടാ മനു, നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. നിനക്കിപ്പോൾ വേണ്ടത് മദ്യമോ മരിക്കാനുള്ള വഴികളോ ഒന്നുമല്ല.
ജീവിക്കാനുള്ള മനസ്സാണ്. അത് ഞാൻ ഉണ്ടാക്കി തരാം. നീ എൻ്റെ കൂടെ വാ. എന്താ അത്? വാടാ. വാ. വാ. നീരജ്. ആ പാറു. ഹായ്. ഹായ്. ടോണി പറഞ്ഞിരുന്നു. എന്നോടും പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും ജിമ്മിലുണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാലോ. ടോണി പറഞ്ഞല്ലോ എനിക്ക്. ടോണി പറഞ്ഞിരുന്നു. പറയാൻ ഭയങ്കര ചമ്മലാന്ന്. പറഞ്ഞല്ലേ? അപ്പോ എങ്ങനെ കാര്യങ്ങൾ? ഇവിടെ വെച്ച് സംസാരിക്കണ വെച്ചാണ് ജിമ്മിൽ വരാൻ പറഞ്ഞത്. അതല്ല എൻ്റെ ഒരു യുനോ. ആയിക്കോട്ടെ, നമുക്കൊരു ദിവസം ഇരുന്ന് സംസാരിക്കണം. സംസാരിക്കണമല്ലോ. പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടീഷൻസ് എന്തായാലും ഓക്കെ. ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ആയിക്കോട്ടെ. എന്നും ജിമ്മിലേക്ക് വരണം. കൊച്ചു കള്ളി ഇപ്പോഴേ പൊസസീവ് ആയല്ലേ. ആയിക്കോട്ടെ. പിന്നെ കാർഡിയോ ചെയ്യണം. ഓ കാർഡിയോ. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ ചങ്കിടിക്കുവാ. ഞാൻ പറയുന്നത് കേട്ടാ മതി. എനിവേസ് എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓക്കെ. 808 624 9503. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ അല്ലേ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഓ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇന്നത്തെ ട്രീറ്റ് എന്റെ വക. അതൊക്കെ ശരി. ഇന്നും കൂടി ഉള്ളൂ. നാളെ മുതൽക്ക് ഞാൻ പറയും, നീ കേൾക്കണം. ഓക്കെ? പാറു പറയുന്നതേ കേക്കൂ. എന്തു പറ്റി? ഓക്കെ. ഹായ് ഗേൾസ്. ഇതെൻ്റെ ഫ്രണ്ട് മനു. ഹായ് മനു. മനു ഒരു ഫോട്ടോഗ്രാഫറാണ്. എല്ലാം വിളയുന്ന ഐറ്റമാണ്. നന്നായിട്ട് സ്കോർ ചെയ്തോളണം. പോകുന്നതിന് മുമ്പ് ഒരെണ്ണത്തിനെങ്കിലും സെറ്റാക്കിക്കോളണം. ഇല്ലേ കൊന്നുകളയും. ഇനിമേലെ ആത്മഹത്യ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഓക്കെ? ഇപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ, ഇപ്പോഴൊരു കാര്യം ഓർത്തു. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇപ്പോൾ വരാം. ഇവിടെ ഇരിക്കും. ഒരു മിനിറ്റേ.